സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. മകൻ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹീതം. ലൂക്ക 11:27. കർത്താവിൻ്റെ ദൗത്യത്തിലേക്ക് കടന്നു വന്ന പുരോഹിതനെ ഓർത്ത് ഏറ്റവും സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും അവൻ്റെ മാതാപിതാക്കന്മാരായിരിക്കും. തങ്ങളുടെ ഒരു മകനെ വളർത്തി വലുതാക്കി ദൈവത്തിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കാൻ ഇടയാക്കിയതിനെ ഓർത്ത് അവർ എന്നും ദൈവത്തിന് നന്ദി പറയുന്നുണ്ടാകും. അവൻ്റെ അമ്മയും അപ്പനും പകർന്നു നൽകിയ വിശ്വാസാനുഭവത്തിൻ്റെ മൂലക്കല്ലിലാണ് അവൻ്റെ പൗരോഹിത്യസ്വത്വം പടുത്തുയർത്തിയിരിക്കുന്നത്. അവർ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് ഇന്നും ദൗത്യപാതയിൽ അവന് ശക്തിയാകുന്നത്. അവരിൽ നിന്ന് അവൻ അനുഭവിച്ച, ഇപ്പോഴും അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ കുളിരും കരുതലും അവനെ ആർദ്ര ഹൃദയനാക്കുന്നു. അവനെ വളർത്തിക്കൊണ്ടുവരാൻ ജീവിതത്തിൽ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മ അവനെ നിരന്തരം നന്ദി നിറഞ്ഞവനാക്കുന്നു. പുരോഹിതൻ മകനാണ്. അവൻ ഏറ്റവും നന്നായി ജീവിക്കണമെന്നും എന്നും വിശ്വസ്തതാപൂർവം ദൗത്യം നിറവേറ്റണമെന്നും ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അപ്പൻ്റെയും അമ്മയുടെയും മകൻ. മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയുമെല്ലാം വീട്ടിൽ വിട്ടിട്ടാണ് അവൻ വൈദികനാകാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. അവൻ ഇനിമേൽ ഒരു കുടുംബത്തിലെ മാത്രം അംഗമല്ല, മറിച്ച് ദൈവരാജ്യമെന്ന വിശാല കുടുംബത്തിലെ അംഗമാണ് എന്നതാണ് സത്യം. പക്ഷേ ഈ പ്രക്രിയയിൽ അവൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും അവനിൽ നിന്ന് അകലുകയല്ല, മറിച്ച് അവനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി. അവൻ അർപ്പിക്കുന്ന ബലികളിൽ പങ്കെടുക്കാൻ കഴിയുമ്പോഴൊക്കെ എത്ര ആത്മീയ നിറവോടെയാണ് ആ അപ്പനും അമ്മയും ദേവാലയത്തിൽ നിൽക്കുന്നത്. അവൻ്റെ ഓരോ ചലനവും എത്ര അഭിമാനത്തോടെയാണ് വീക്ഷിക്കുന്നത്. അവനോടൊപ്പം അവരും അവർക്ക് പറ്റുന്ന രീതിയിൽ ദൈവരാജ്യത്തിൽ പങ്കാളികളാകുന്നു. എൻ്റെ നാമത്തെ പ്രതി ഭവനങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും എന്ന ഗുരുവചനം പുരോഹിതനെ സംബന്ധിച്ച് എത്രയോ സത്യമാണ്. അവൻ്റെ അപ്പനും അമ്മയ്ക്കും പുറമെ മറ്റെത്രയോ മാതാപിതാക്കന്മാർ അവനെ സ്നേഹപൂർവം മകനായി കരുതുന്നു. അവൻ്റെ പരിശീലന കാലം മുതൽ അവനെ മകനായി സ്വീകരിച്ച് കൊണ്ടു നടക്കുന്ന നിരവധി മാതാപിതാക്കന്മാരുണ്ട്. അവരുടെ മക്കൾ അവരെ വിളിക്കുന്നത് പോലെ തന്നെ ചാച്ച, അമ്മേ, അപ്പച്ച, അമ്മച്ചി, ഡാഡി, മമ്മി എന്നൊക്കെയാണ് അവനും അവരെ വിളിക്കുന്നത്. അവൻ്റെ സെമിനാരി ജീവിതകാലത്തും പൗരോഹിത്യ ജീവിതത്തിൻ്റെ ബാല്യത്തിലും കൗമാരത്തിലുമെല്ലാം അവന് താങ്ങും തണലുമായി നിന്നവരാണവർ. അവരിൽ ചിലരൊക്കെ ഈ ലോകത്ത് നിന്ന് യാത്രയായിപ്പോയി. അവരുടെ അദൃശ്യ സാന്നിധ്യവും അനുഗ്രഹവും അവൻ അനുഭവിക്കുന്നു. മറ്റുള്ളവർ ഇപ്പോഴും അവരുടെ സ്നേഹവും വാത്സല്യവും പ്രാർത്ഥനകളുമായി അവൻ്റെ പൗരോഹിത്യത്തിന് കരുത്തു പകരുന്നു. പുരോഹിതൻ അവർക്കെല്ലാം പ്രിയപ്പെട്ട മകനാണ്. അവനോടൊത്ത് അവർ കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എനിക്ക് ജന്മം നൽകിയ
എൻ്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അവർക്ക് എന്നോടുള്ള സ്നേഹവും വാത്സല്യവും കരുതലും എന്നെ ഞാനാക്കുന്നതിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളും അവർക്ക് എന്നിലുള്ള അഭിമാനവും പ്രതീക്ഷയുമെല്ലാം മനസ്സിൽ കൊണ്ടുവരിക. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ പൗരോഹിത്യ ജീവിതയാത്രയിൽ എന്നെ മകനായി സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഒരു മകനെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും കരുതാനും ശുശ്രൂഷിക്കാനുമുള്ള കൃപ യാചിക്കുക.